ഹായ് ഹലോ വെൽക്കം യു ഓൾ. നമ്മളിന്ന് കൊലീഷൻ റെസൊല്യൂഷൻ ടെക്നിക്കുകളാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് 2 different methods are there for performing collision resolutions. അത് ഏതൊക്കെയാണ്? ഓപ്പൺ ഹാഷിങ്ങും ക്ലോസ്ഡ് ഹാഷിങ്ങും. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഓപ്പൺ ഹാഷിങ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ഹാഷിങ് എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓപ്പൺ ഹാഷിങ്ങിലൂടെ. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു കാര്യം ഉറപ്പാണ്, ഓപ്പൺ ഹാഷിംഗ് എന്ന് പറഞ്ഞാൽ കൊലീഷനെ റിസോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വിച്ച് മീൻസ് ഇവിടെയും നമുക്ക് ഡേറ്റയുണ്ട്, ഇവിടെയും നമ്മൾ ഹാഷ് അൽഗോരിതം ഉപയോഗിക്കും, ഇവിടെയും ഹാഷ് അൽഗോരിതം കീ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ കീ സ്റ്റോർ ചെയ്യാൻ പാകത്തിനൊരു മെമ്മറി ലൊക്കേഷനാണ് ഔട്ട്പുട്ട് തരുന്നത്. അപ്പം നോർമൽ മെത്തേഡിലൂടെ തന്നെ ഇവിടെയും നമ്മളൊരു അഡ്രസ്സ് കമ്പ്യൂട്ട് ചെയ്യും. കമ്പ്യൂട്ട് ചെയ്ത അഡ്രസ്സിൽ കൊലീഷൻ സംഭവിച്ചാൽ മാത്രം അതിനെ മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് സ്റ്റോർ ചെയ്യാൻ പുതിയൊരു മെമ്മറി ലൊക്കേഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? കൊലീഷൻ റെസൊല്യൂഷൻ എന്ന് വിളിച്ചത്. അതിലാദ്യം ഓപ്പൺ ഹാഷിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് us ചെക്ക് ഹൗ ഇറ്റ് വർക്ക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന 4 കീ വാല്യൂസ് ആണ് 84, 25, 14 ആൻഡ് 75. ഓക്കെ, അപ്പോൾ അതിലാദ്യം ഞാൻ 84നെ സ്റ്റോർ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓരോ ഡേറ്റയ്ക്കും ഏതൊക്കെ മെമ്മറി ലൊക്കേഷനാണെന്ന് കമ്പ്യൂട്ട് ചെയ്യണ്ടേ. അപ്പോൾ ആദ്യം 84 എടുത്ത സ്ഥിതിക്ക് 84നെ അൽഗോരിതത്തിലേക്ക് കൊടുക്കുകയും അൽഗോരിതത്തിൽ നമ്മൾ ചെയ്യുന്നത് കീ മോഡ് ഹാഷ് സൈസാണ്. ഹാഷ് ടേബിളിൻ്റെ സൈസ് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ടേബിളിൽ മൊത്തം 1 to 10 ലൊക്കേഷൻസ് ആണുള്ളത്. അപ്പോൾ ഹാഷ് ടേബിളിൻ്റെ സൈസ് 10 ആണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഓരോ കീ വാല്യൂവിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ ഗെറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഹാഷ് ടേബിളിൻ്റെ സൈസിനനുസരിച്ച് ഈ ഇക്വേഷൻ നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഡേറ്റ ആയ 84നെ ഹാഷ് ടേബിളിൻ്റെ സൈസായ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ ഗെറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ 4 ആണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 84 എന്ന കീ വാല്യൂവിനെ 4th മെമ്മറി ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ലൊക്കേഷൻ നമ്പർ 4ൽ നമ്മളൊരു നോഡ് വരയ്ക്കും. ലിങ്ക്ഡ് ലിസ്റ്റ് കോൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റ് ആയിട്ടായിരിക്കും ഡേറ്റകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 84 എന്ന് പറയുന്ന ഒരു നോഡിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ നോഡിന് 2 ഈക്വൽ പാർട്സ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് പാർട്ട് ഡേറ്റ പാർട്ടാണ്. അവിടെയാണ് നമ്മൾ 84 എന്ന ഈ വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 84 എന്ന ഡേറ്റ നമ്മൾ നോഡിൽ ഈ ഒരു ഭാഗത്തിനെ നമ്മൾ നോഡ് എന്നാണ് വിളിക്കുന്നത്. നോഡിൻ്റെ 2 ഭാഗങ്ങളിൽ ഫസ്റ്റ് പാർട്ടിലാണ് നമ്മൾ ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നത്. ഇനി എന്താണ് 4th ലൊക്കേഷൻ എന്ന നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത് അല്ലേ? 4ാമത്തെ ലൊക്കേഷനിൽ പോയി 84നെ സ്റ്റോർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ 4th ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ലിങ്കാണ്. ആ ലിങ്ക് നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകും? 84 എന്ന നോഡിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ കീ വാല്യൂവിനെ അൽഗോരിതത്തിലേക്ക് കൊടുക്കുമ്പോൾ അൽഗോരിതം നമുക്ക് തന്ന ഔട്ട്പുട്ട് 4 എന്നാണ്. അതായത് 4ാമത്തെ മെമ്മറി ലൊക്കേഷനിൽ ചെന്നാൽ അവിടെ നിന്ന് 84 എന്ന ഡേറ്റയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ 4th മെമ്മറി ലൊക്കേഷനിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ എനിക്ക് കിട്ടിയത് ഒരു ലിങ്കാണ്. ആ ലിങ്ക് എങ്ങോട്ട് കൊണ്ടുപോയി? ലിങ്ക് ഉപയോഗിച്ച് നമ്മൾ 84 എന്ന നോഡിലേക്ക് എത്തി. ഓക്കെ, നോഡിന് 2 ഭാഗങ്ങളുണ്ടായിരുന്നു. അതിലെ ഫസ്റ്റ് പാർട്ടിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തു. സെക്കൻഡ് പാർട്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അത് മറ്റൊരു ലിങ്കാണ്. അതായത് ഈ ലൊക്കേഷനിൽ 84 അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അതിലേക്കുള്ള ലിങ്കാണ് ഈ ഭാഗം സൂചിപ്പിക്കുന്നത്. അറ്റ് പ്രസൻറ്റ് ലൊക്കേഷൻ നമ്പർ 4ൽ 84 അല്ലാതെ മറ്റാരും തന്നെയില്ല. അതുകൊണ്ട് ലിങ്ക് പാർട്ട് നമുക്ക് നള്ളായിട്ട് സ്റ്റോർ ചെയ്യാം. അങ്ങനെ നമ്മൾ 84നെ സ്റ്റോർ ചെയ്തു. അടുത്ത ഡേറ്റ എന്താ? 25 ആണ്. അപ്പോൾ 25നെ സ്റ്റോർ ചെയ്യണ്ടേ? വീണ്ടും 25നെ അൽഗോരിതത്തിൽ കൊടുക്കുന്നു. അൽഗോരിതം നമുക്ക് ലൊക്കേഷൻ 5 ഔട്ട്പുട്ട് തന്നു. അതായത് 5ാമത്തെ ലൊക്കേഷനിൽ പോയി 25ൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, 5ാമത്തെ ലൊക്കേഷനിൽ പോകുമ്പോൾ അവിടുന്ന് ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് നമ്മളെ കൊണ്ടുപോകുന്നത്
25 എന്ന ഡേറ്റയുടെ അടുത്തേക്കാണ്. അങ്ങനെ ആ നോഡിൽ ചെന്നപ്പോൾ നോഡിന് 2 ഭാഗങ്ങളുണ്ട്. അതിലെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു. ഈ ലൊക്കേഷൻ മറ്റൊരു ഡേറ്റയും സ്റ്റോർ ചെയ്യാത്തത് കൊണ്ട് ഈ ഒരു നോഡ് മാത്രമേ ലിങ്ക്ഡ് ലിസ്റ്റിലുള്ളൂ. മറ്റൊരു നോഡുകളും ഈ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ലിങ്ക് പാർട്ട് നള്ളായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലിങ്ക്ഡ് ലിസ്റ്റിൽ ഇപ്പോൾ ഒരു നോഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ലിങ്ക് പാർട്ട് നള്ളായിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശരി. അങ്ങനെ 84ഉം സ്റ്റോർ ചെയ്തു, 25ഉം സ്റ്റോർ ചെയ്തു. ഇതുവരെയും കൊലീഷനൊന്നും സംഭവിച്ചില്ല. മൂന്നാമത്തെ ഡേറ്റയായ 14 എന്ന ഡേറ്റ കൂടി സ്റ്റോർ ചെയ്ത് നോക്കാം. അങ്ങനെ 14 എന്ന ഡേറ്റ എടുത്ത് അൽഗോരിതത്തിൽ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ലൊക്കേഷൻ 4. പക്ഷേ ലൊക്കേഷൻ 4ൽ നേരത്തെ ഒരാളുണ്ടല്ലോ. അപ്പോൾ ഇത് കൊലീഷൻ സംഭവിച്ചു. കൊലീഷൻ സംഭവിച്ചാൽ അതിൻ്റെ അർത്ഥം ലൊക്കേഷൻ 4 ഈസ് ഓൾറെഡി ഓക്യുപ്പൈഡ്. അപ്പം നമ്മളിനി എന്ത് ചെയ്യും? മറ്റൊരു സ്ഥലം കണ്ടുപിടിക്കണ്ടേ? അതെങ്ങനെയാണ് ഓപ്പൺ ഹാഷിങ്ങിൽ ചെയ്യുന്നത് എന്ന് നോക്കുക. ഓക്കെ, ഓപ്പൺ ഹാഷിങ്ങിൽ നമുക്ക് കിട്ടിയ അൽഗോരിതം നമ്മളോട് പറഞ്ഞ അനുസരിച്ച് എങ്ങോട്ട് പോകാനാണ് പറഞ്ഞത്? ലൊക്കേഷൻ 4ൽ പോകാനാണ് പറഞ്ഞത്. എന്തേ നോക്കിക്കേ, ലൊക്കേഷൻ 4ൽ പോകാനാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ലൊക്കേഷൻ 4ൽ ചെന്നു. ഓക്കെ, 4ൽ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു? 4ൽ ഓൾറെഡി ഡേറ്റ ഉണ്ട് 84. അപ്പോൾ എന്തായാലും അതിനെ എടുത്ത് കളയാൻ പറ്റില്ല. 84 കൂടാതെ ഇപ്പോൾ എന്തുകൂടി സ്റ്റോർ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്? 14 കൂടി സ്റ്റോർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ലൊക്കേഷൻ 4ൽ തന്നെ ഓൾറെഡി 84 ഉണ്ട്. 84 കൂടാതെ ഇതേ മെമ്മറി ലൊക്കേഷനിൽ മറ്റൊരു ഡേറ്റ കൂടി സ്റ്റോർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര. ലൊക്കേഷൻ 4ൽ ചെന്ന് ആദ്യം 84 എന്ന ഡേറ്റയുണ്ട്. 84 കൂടാതെ മറ്റൊരു ഡേറ്റ കൂടി നമ്മളോട് സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ ഡേറ്റയ്ക്ക് വേണ്ടി ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ 2 പാർട്ടുകളിൽ ഫസ്റ്റ് പാർട്ടിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു. സെക്കൻഡ് പാർട്ട് ലിങ്കിനുള്ളതാണ്. 14ന് ശേഷം ഈ ലൊക്കേഷനിൽ മറ്റൊരു ഡേറ്റയും ഇല്ലാത്തത് കൊണ്ട് 14ൻ്റെ ലിങ്ക് ഞാൻ നള്ളായിട്ട് സ്റ്റോർ ചെയ്തു. എന്താ പറഞ്ഞത്? 14ന് ശേഷം ഈ ലൊക്കേഷനിൽ മറ്റൊരു ഡേറ്റയും ഇല്ലാത്തത് കൊണ്ട് 14ൻ്റെ ലിങ്ക് പാർട്ട് ഞാൻ നള്ളാക്കി വെച്ചു. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്? 84ന് ശേഷം അടുത്ത നോഡിലേക്കുള്ള ലിങ്കാണ് ഈ ലിങ്ക് സൂചിപ്പിക്കുന്നത്, നെക്സ്റ്റ് നോഡിലേക്കുള്ള ലിങ്ക്. അപ്പോൾ ഇങ്ങനെ ഞാൻ വരച്ചാൽ ഇതിൻ്റെ അർത്ഥം ലൊക്കേഷൻ 4ൽ നിങ്ങൾ ചെന്നാൽ ലൊക്കേഷൻ 4ൽ ആദ്യം സ്റ്റോർ ചെയ്തത് 84 ആണ്. ഇതേ ലൊക്കേഷനിൽ 84ന് ശേഷം സ്റ്റോർ ചെയ്തത് ആരെ? 84ൽ എത്തിയ ശേഷം 84ൻ്റെ ലിങ്ക് ഉപയോഗിച്ച് നമ്മൾ മറ്റൊരു നോഡിലേക്ക് എത്തി. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 84ന് ശേഷം ഇതേ ലൊക്കേഷനിൽ മറ്റൊരു നോഡ് കൂടിയുണ്ട്, അത് 14 ആണ്. സോ ദിസ് ഇൻഡിക്കേറ്റ്സ് ഇതൊരു ലിങ്ക്ഡ് ലിസ്റ്റാണ്. ലിങ്ക്ഡ് ലിസ്റ്റിലെ ഓരോ നോഡും ഓരോ ഡേറ്റകളെ സൂചിപ്പിക്കുന്നു. എത്ര നോഡുകളാണോ ഈ ലിസ്റ്റിലുള്ളത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ തന്നെ ഒരേ മെമ്മറി ലൊക്കേഷനിൽ കൊളൈഡ് ചെയ്ത ഡേറ്റകളാണ്. 84 സ്റ്റോർ ചെയ്തിരുന്ന അതേ മെമ്മറി ലൊക്കേഷനിൽ കൊളൈഡ് ചെയ്തൊരു ഡേറ്റയാണ് 14. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ എത്ര കൊലീഷൻ സംഭവിച്ചാലും ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് മെക്കാനിസം ഉപയോഗിച്ച് നമുക്ക് ഈ ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് എത്ര നോഡുകൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. സപ്പോസ് നമുക്ക് 14ന് ശേഷം അടുത്ത് കിട്ടിയ ഡേറ്റ 75 ആണ്. അങ്ങനെയെങ്കിൽ 75നെ ഇതേ അൽഗോരിതത്തിൽ ഇൻപുട്ട് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ മെമ്മറി ലൊക്കേഷൻ 5 ആണ്. ബട്ട് നമുക്കറിയാം 5 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ ഓൾറെഡി ഓക്യുപ്പൈഡ് ആണ്. അപ്പോൾ കൊലീഷൻ സംഭവിച്ചില്ലേ? എങ്കിലും 5th ലൊക്കേഷനിലേക്ക് പോകാൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് 5th ലൊക്കേഷനിൽ പോകാം. 5th ലൊക്കേഷനിൽ ചെന്നപ്പോൾ ലിങ്ക് ഉപയോഗിച്ച് ഞാൻ ഫസ്റ്റ് നോഡിലെത്തി. 25 കൂടാതെ മറ്റൊരു നോഡ് കൂടി ഇവിടെ സ്റ്റോർ ചെയ്യണം. ഓക്കെ, സെക്കൻഡ് നോഡ് വരച്ചു. അതിൻ്റെ ഇൻഫർമേഷൻ പാർട്ടിൽ 75 എന്ന ഡേറ്റ സ്റ്റോർ ചെയ്തു. ഇപ്പോൾ ലൊക്കേഷൻ 5ൽ 2 ഡേറ്റയാണുള്ളത്. ആദ്യം 25, അതിനുശേഷം 75. അപ്പോൾ 25ൻ്റെ നെക്സ്റ്റ് ലിങ്ക്, ഈ പാർട്ട് അടുത്ത നോഡിലേക്കുള്ള ലിങ്കാണ്.
നെക്സ്റ്റ് ലിങ്ക് ഉപയോഗിച്ച് ഞാൻ 75-ലെത്തുന്നു. പക്ഷേ 25-ഉം അതിനുശേഷം 75-ഉം ഈ രണ്ട് ഡേറ്റ അല്ലാതെ മറ്റൊരു ഡേറ്റയും ഇതുവരെ ഈ ഒരു ഹാഷ് ടേബിളിലേക്ക് ആഡ് ചെയ്യാത്ത സ്ഥിതിക്ക് ലൊക്കേഷൻ നമ്പർ 5-ലേക്ക് മറ്റൊരു ഡേറ്റയും വരാത്തത് കൊണ്ട് 75-ന് ശേഷം നെക്സ്റ്റ് നോഡ് ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി 75-ൻ്റെ ലിങ്ക് നമ്മൾ നള്ളാക്കി. അപ്പോൾ ഇത്തരത്തിൽ ലിങ്ക്ഡ് ലിസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ കൊളൈഡഡ് ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നു. സപ്പോസ് ഇതിന് ശേഷം നമുക്ക് മറ്റൊരു ഡേറ്റ കിട്ടി, മറ്റൊരു ഡേറ്റ കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ലെറ്റ് ഇറ്റ് ബി 24 എന്നൊരു ഡേറ്റ കിട്ടിയെന്ന് വെക്കുക. അപ്പോൾ 24 എന്ന ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യണ്ടേ? അപ്പോൾ 24-നെ അൽഗോരിതത്തിൽ കൊടുക്കുന്നു. അൽഗോരിതത്തിൽ 24 മോഡ് 10 ചെയ്ത് നമ്മൾ ലൊക്കേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വീണ്ടും 4 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം ലൊക്കേഷൻ 4-ൽ തന്നെയാണ് 24-നെ സ്റ്റോർ ചെയ്യേണ്ടത്. നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യും? ലൊക്കേഷൻ 4-ൽ ചെല്ലുമ്പോൾ ആദ്യം 84 സ്റ്റോർ ചെയ്തിട്ടുണ്ട്. 84-ന് ശേഷം അതേ ലൊക്കേഷനിൽ 14 എന്നൊരു നോഡുണ്ട്. ഇനി 14-ന് ശേഷമാണ് 24 നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ പുതിയൊരു നോഡ് വരയ്ക്കുന്നു. അതിന് 24 എന്ന ഇൻഫർമേഷൻ പാർട്ടിൽ ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നു. ആദ്യം ലൊക്കേഷൻ 4-ലുള്ളത് 84 കഴിഞ്ഞാൽ 14 കഴിഞ്ഞാൽ നെക്സ്റ്റ് നോഡ് എന്ന് പറയുന്നത് 24-ന് ശേഷം മറ്റാരുമില്ലാത്തത് കൊണ്ട് അതിൻ്റെ ലിങ്ക് പാർട്ട് നൾ. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര ഡേറ്റ നിങ്ങൾ കൊടുത്താലും ആ ഡേറ്റ എന്ത് മെമ്മറി ലൊക്കേഷനാണോ നമുക്ക് ഔട്ട്പുട്ട് തരുന്നത് ആ മെമ്മറി ലൊക്കേഷനിൽ തന്നെ എത്ര കൊളൈഡഡ് ഡേറ്റ വേണമെങ്കിലും നമുക്ക് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പൺ ഹാഷിംഗ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓപ്പൺ ഹാഷിംഗ്, വെയർ ലിങ്ക്ഡ് ലിസ്റ്റ് കോൺസെപ്റ്റ് ഈസ് യൂസ്ഡ് ടു സോൾവ് കൊലീഷനെ സോൾവ് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന ലിങ്ക്ഡ് ലിസ്റ്റ് കോൺസെപ്റ്റാണ്. ഓക്കെ, താങ്ക് യു.